നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ വൈശാഖ മാസം 1-ാം തീയതി വൈകുണ്ഠനാഥനായ സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാൻ മഹാലക്ഷ്മി സമേതനായി വൈകുണ്ഠം വിട്ട് ഈ ഭൂമിയിൽ വസിക്കാൻ എത്തുന്ന പുണ്യമാസത്തിന്റെ ആരംഭം. നാളെ മുതൽ 29 ദിവസം, ഏപ്രിൽ 14 മുതൽ മെയ് 16 വരെയുള്ള 29 ദിവസങ്ങൾ, വൈശാഖ മാസത്തിലെ ദിവസങ്ങൾ ഭഗവാൻ വൈകുണ്ഠത്തിലല്ല, ഈ ഭൂമിയിൽ നമ്മളുടെ ഓരോരുത്തരുടെയും വീട്ടിലുണ്ടാകുമെന്നാണ് സങ്കല്പം. ഭഗവാൻ മാത്രമാണോ? മഹാലക്ഷ്മി ദേവിയോടൊപ്പമാണ് സ്ഥിതിയുടെ ദേവനായ മഹാവിഷ്ണുവും അമ്മ മഹാമായ ഐശ്വര്യത്തിൻ്റെ സമ്പത്തിൻ്റെയും ദേവതയായ മഹാലക്ഷ്മിയും നമ്മളുടെ വീട്ടിൽ വിളക്ക് കത്തിക്കുന്നിടത്ത് വന്ന് നമ്മളെ അനുഗ്രഹിക്കുന്ന, നമ്മൾ ചോദിക്കുന്ന എല്ലാ വരങ്ങളും നൽകി അനുഗ്രഹിച്ചു പോകുന്ന ദിവസങ്ങളാണ് 29 ദിവസങ്ങൾ എന്ന് പറയുന്നത്. വൈശാഖ മാസം പ്രമാണിച്ച് എൻ്റെ ഭാഗത്ത് നിന്ന് ഈ 29 ദിവസവും പ്രത്യേക വൈഷ്ണവാദി പൂജകൾ ഉണ്ടായിരിക്കുന്നതാണ്. ഈ 29 ദിവസവും നിങ്ങൾ വീട്ടിൽ വിളക്ക് കത്തിക്കുന്നവർ എല്ലാവരും ഞാൻ ഈ പറയുന്ന ഒരേ ഒരു കാര്യം വിളക്ക് കത്തിക്കുമ്പം വീട്ടിൽ ചെയ്യണേ. നിങ്ങളുടെ വീട്ടിലും ഭഗവാനും ഭഗവതി എത്തും. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ വരങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകി, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖദോഷ ദുരിതങ്ങളും നിങ്ങളിൽ നിന്ന് അകറ്റി, നിങ്ങളുടെ വീടിനെ രക്ഷപ്പെടുത്തി, നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുത്തി, നിങ്ങളുടെ കുട്ടികളുടെ ജീവിതം രക്ഷപ്പെടുത്തി ഐശ്വര്യമായിട്ട് എല്ലാ വരങ്ങളും നൽകി മടങ്ങുകയും ചെയ്യുന്നതാണ്. എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. നാളെ മുതൽ വീട്ടിൽ വിളക്ക് കത്തിക്കുന്നവരെല്ലാവരും ഈ ഒരൊറ്റ കാര്യം ചെയ്ത് മുന്നോട്ട് പോകൂ. നിങ്ങളുടെ ജീവിതത്തിലെ ദുരിത കഷ്ടപ്പാടുകൾ തീർക്കാൻ ഈശ്വരനായിട്ട് നമുക്ക് തരുന്ന ഒരവസരമാണ് ഈ വൈശാഖ മാസം, ഈ വൈഷ്ണവ മാസം. ആരും വിട്ടുകളയരുത് എന്നുള്ളതാണ്. അപ്പം ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ കാര്യത്തിലേക്ക് വരാം. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നാളെ മുതൽ ഈ 29 ദിവസങ്ങൾ, ഏപ്രിൽ 18 മുതൽ മെയ് 16 വരെയുള്ള വൈഷ്ണവ മാസത്തിൻ്റെ 29 ദിവസങ്ങൾ, ഈ ദിവസങ്ങളിൽ ഒരു ദിവസം പോലും വീട്ടിൽ വിളക്ക് കത്തിക്കാതിരിക്കരുത് കേട്ടോ. ഒരു നേരമെങ്കിലും വീട്ടിൽ വിളക്ക് കത്തിക്കണം. രാവിലെ സമയമുള്ളവർ രാവിലെ കത്തിക്കൂ, രാവിലെ സമയമില്ലാത്തവർ സന്ധ്യയ്ക്ക് കത്തിക്കൂ. ഒരു നേരം നിലവിളക്ക് വീട്ടിൽ തെളിയിച്ചിരിക്കണം കേട്ടോ. എല്ലാവർക്കും ചിലപ്പോൾ 2 നേരവും തെളിയിക്കാൻ പറ്റണമെന്നില്ല. 2 നേരവും പറ്റുന്നവർക്ക് ഏറ്റവും നല്ലത് 2 നേരവും തെളിയിക്കുക ഏറ്റവും നല്ലത്. പറ്റാത്തവർ ഒരു നേരമെങ്കിലും, ഏറ്റവും കുറഞ്ഞതാ പറയുന്നത്, ഒരു നേരം വീട്ടിൽ നിലവിളക്ക് കത്തിക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കും, തിരുമേനി ആർത്തവ അശുദ്ധി വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വിളക്ക് കത്തിക്കും. ആർത്തവ അശുദ്ധി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ആള് പൂജാതി കാര്യങ്ങളിൽ നിന്ന്, പൂജാമുറിയിൽ പ്രവേശിക്കുന്നതെന്ന്, വിളക്ക് കൈകാര്യം ചെയ്യുന്നതിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറി നിൽക്കുക. ആ വീട്ടിലെ കുട്ടികൾക്കോ മറ്റുള്ളവർക്കോ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അത് കത്തിക്കാവുന്നതാണ്. അതാണ് അതിൻ്റെ ശരിയായ രീതി. വീട്ടിൽ ഒരാൾക്ക് ആർത്തവം ഉണ്ട് എന്ന് കരുതി ആ വീട് അന്ധകാരത്തിൽ നിൽക്കുന്നത് ദോഷമാണ്. ആ വീട്ടിൽ വിളക്ക് കത്തിക്കാതെ, വിളക്ക് വറ്റിക്കാതെ, ഭഗവാനെ ഇരുത്താതെ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നത് ദോഷമാണ്. ഒരുപാട് പേര് അറിയാതെ തെറ്റ് ചെയ്യുന്നുണ്ട്. വീട്ടിൽ ഒരാൾക്ക് ആർത്തവാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ ആരും അത്തരത്തിൽ വിളക്ക് കത്തിക്കാത്ത ഒരവസ്ഥ, അത് ചെയ്യരുത്. ഒരാൾക്ക് പീരീഡ്സ് ആർത്തവമാണ് എന്നുണ്ടെങ്കിൽ അയാൾ പൂർണ്ണമായിട്ടും വിളക്ക് കത്തിക്കുന്നതിൽ നിന്ന് മാറി നിന്ന് ബാക്കിയുള്ളവർ ആരെങ്കിലും ഒരാൾ ഉത്തരവാദിത്തം ഏറ്റെടുത്ത്, വീട്ടിലെ ഗൃഹനാഥനോ കുട്ടികളോ അങ്ങനെ ആരെങ്കിലും ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആ വിളക്ക് കത്തിക്കുക എന്നുള്ളതാണ്. 29 ദിവസവും ഒരു ദിവസം മുടങ്ങാതെ എല്ലാവരും വിളക്ക് കത്തിക്കണം കേട്ടോ. എല്ലാ ദിവസവും ഒരു സന്ധ്യാസമയത്ത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, കൃത്യമുഹൂർത്തം പറയുന്നില്ല, ഓരോ ദിവസവും മാറും. ഏതാണ്ട് ഒരു 6:20 മുതൽ 6:40 എല്ലാ ദിവസവും വിളക്ക് കത്തിക്കണം കേട്ടോ. 6:30 മണിയാണ് അതിൻ്റെ ഏറ്റവും കൃത്യസമയം എന്ന് പറയുന്നത്. 6:30 മണി അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തില്ല. എല്ലാ ദിവസവും 6:30 എന്നൊരു സമയം വെച്ച് ആ മുഹൂർത്തത്തിൽ എല്ലാവരും നിലവിളക്കിന് തിരി തെളിയിക്കണം കേട്ടോ. എൻ്റെ ഒരു പൂജ നടക്കുന്നത് ഈ 6:20 മുതൽ 6:40 വരെയുള്ള ആ ഒരു സമയത്താണ്. ഓരോ ദിവസവും അതിൻ്റെ മുഹൂർത്തം മാറുമെന്നേ ഉള്ളൂ. പക്ഷേ 6:30 മണി എന്ന് പറയുന്നത് അവിടെ കൃത്യമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാവരും 6:30 മണിക്ക് കൃത്യമായിട്ട് വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുക. 1 തിരിയിട്ടോ 2 തിരിയിട്ടോ നിങ്ങളുടെ സൗകര്യാർത്ഥം തെളിയിക്കാം. സന്ധ്യാസമയത്ത് വിളക്ക് കത്തിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ്. രാവിലെ വിളക്ക് കത്തിക്കുന്നവർ 5 മണിക്കും 5:50 ഇടയിൽ വിളക്ക് കത്തിക്കാമെങ്കിൽ ഏറ്റവും നല്ലത്. ഏറ്റവും കുറഞ്ഞത് 7:10 കത്തിച്ചിരിക്കണം എന്നുള്ളതാണ്. രാവിലെയാണ് കത്തിക്കുന്നതെന്നുണ്ടെങ്കിൽ 5 മണിക്കും 5:50 ഇടയിലാണ്
ഏറ്റവും നല്ല മുഹൂർത്തം എന്ന് പറയുന്നത് ആ സമയത്ത് കത്തിക്കുക. ഇനി തീരെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 7:10 മുമ്പ് വിളക്ക് കത്തിക്കാവുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഗംഭീരം എന്ന് പറയുന്നത്. അതിന് ശേഷമല്ല, ഇതാണ് അതിൻ്റെ ഒരു മുഹൂർത്ത ചൈതന്യ സമയം എന്ന് പറയുന്നത്. ഈ സമയത്ത് വിളക്ക് കത്തിക്കുക. നിലവിളക്ക് കത്തിക്കുമ്പം വീട്ടിൽ ശ്രീകൃഷ്ണ ചിത്രം, ശ്രീകൃഷ്ണ വിഗ്രഹം, അല്ലെങ്കിൽ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ചിത്രം വിഗ്രഹം, മഹാലക്ഷ്മി ദേവിയുടെ ചിത്രം വിഗ്രഹം, ഇതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിലവിളക്കിൻ്റെ അടുത്തായിട്ട് വെച്ചിട്ട് വേണം വിളക്ക് കത്തിക്കാനായിട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങളുടെ വീട്ടിലും പരിസരത്തും മഞ്ഞപ്പൂക്കൾ വിരിഞ്ഞ് നിൽപ്പുണ്ട് എന്നുണ്ടെങ്കിൽ എത്ര മഞ്ഞപ്പൂക്കളുണ്ടോ ആ മഞ്ഞപ്പൂക്കൾ കൊണ്ടുവന്ന് നിലവിളക്കിൻ്റെ മുന്നിൽ സമർപ്പിക്കണം കേട്ടോ. ഏറ്റവും ഗംഭീരമാണ്. മഞ്ഞപ്പൂക്കളാണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട പൂക്കൾ എന്ന് പറയുന്നത്. മഞ്ഞപ്പൂവ് ഏത് വിരിഞ്ഞു നിന്നാലും, ഒരു ചെറിയ പൂവാണെങ്കിൽ പോലും ആ പൂക്കൾ കൊണ്ടുവന്ന് ഭഗവാന്റെ ചിത്രത്തിന് വിഗ്രഹത്തിന് മുന്നിൽ വെക്കുക. ഇനി ചിത്രം വിഗ്രഹം ഇല്ലാത്തവർ നിലവിളക്കിൻ്റെ മുന്നിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും നിലവിളക്ക് കത്തിക്കുന്നതിനോടൊപ്പം തുളസി തീർത്ഥം വെക്കണം. എന്താണ് തുളസി തീർത്ഥം? തുളസിക്കതിര് നുള്ളിയിട്ട് തീർത്ഥം, ഒരു കിണ്ടിയിൽ തീർത്ഥജലം അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ തീർത്ഥജലം, തുളസി തീർത്ഥം നിർബന്ധമായിട്ടും എല്ലാ ദിവസവും ഭഗവാന് സമർപ്പിക്കണം. അതുപോലെ തന്നെ ഭഗവാന്റെ ചിത്രം വിഗ്രഹം ഉള്ളവർ ആ ചിത്രത്തിൻ്റെ വിഗ്രഹത്തിൻ്റെ പാദത്തിൽ തട്ടുന്ന രീതിയിൽ ഒരു തുളസിക്കതിര് വെക്കണം കേട്ടോ. അതുപോലെ തന്നെ നിലവിളക്കിൻ്റെ പാദത്തിൽ തട്ടുന്ന രീതിയിൽ, നിലവിളക്കിൻ്റെ ആ ചുവട് ഭാഗം ഉണ്ടല്ലോ, പാദഭാഗം, ഭഗവാനെ നിലവിളക്കായിട്ട് സങ്കല്പിച്ചാൽ അതിൻ്റെ പാദഭാഗമാണ് നിലവിളക്കിൻ്റെ അടിഭാഗം. ആ പാദത്തിൽ തട്ടുന്ന രീതിയിൽ ഒരു തുളസിക്കതിര് വെക്കുന്നതും ഏറ്റവും ഗംഭീരമാണ്. അങ്ങനെ വിളക്കൊരുക്കി ഭഗവാന്റെ ചിത്രം വെച്ച് ഐശ്വര്യമായിട്ട് എല്ലാ ദിവസവും, ഈ വരുന്ന 29 ദിവസവും വിളക്ക് കത്തിക്കുക. വിളക്ക് കത്തിക്കുന്ന സമയത്ത് ഈ മന്ത്രം എല്ലാവരും ചൊല്ലണം കേട്ടോ. രാവിലെ ആയാലും കുഴപ്പമില്ല, സന്ധ്യയ്ക്കായാലും കുഴപ്പമില്ല. ചിലർ പറയും സന്ധ്യയ്ക്ക് ചൊല്ലിക്കൂടാ, അങ്ങനൊന്നുമില്ല. രാവിലെയും ചൊല്ലാം, സന്ധ്യയ്ക്കും ചൊല്ലാം. മന്ത്രം മറ്റൊന്നുമല്ല, വിഷ്ണു ഗായത്രി മന്ത്രമാണ്. മഹാവിഷ്ണു ഗായത്രി മന്ത്രം എന്ന് പറയും. ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയ. എങ്ങനെയാണ്? ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയ. ഈ മന്ത്രം 9 തവണ എല്ലാവരും വിളക്ക് കത്തിക്കുമ്പം ആ നിലവിളക്കിൻ്റെ മുമ്പിൽ നിന്ന് തൊഴുത് പ്രാർത്ഥിക്കണം. ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയ. 9 തവണ എല്ലാവരും നിലവിളക്കിൻ്റെ മുന്നിൽ ഇത് ചൊല്ലണം. അതുപോലെ ഒരു ചെരാത്, മൺചിരാത് അല്ലെങ്കിൽ ചെരാത് വിളക്കുണ്ടാവുമല്ലോ, നമ്മൾ ദീപാവലിക്കും അതുപോലെ തന്നെ കാർത്തികയ്ക്കും ഒക്കെ നമ്മൾ കത്തിക്കുന്ന ഒരു ചിരാത് വിളക്കെടുത്ത് അതിൽ നെയ്യൊഴിച്ച് ഈ 29 ദിവസവും വീട്ടിൽ തുളസിത്തറ ഉള്ളവർ ഒന്നുകിൽ തുളസിത്തറയിൽ കത്തിക്കുക. തുളസിത്തറ ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ആ കയറുന്ന പടിയുടെ അടുത്ത്, ആ സ്റ്റെയറിൻ്റെ ആ ഭാഗത്ത്, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ സിറ്റ് ഔട്ട് എന്നൊക്കെ പറയത്തില്ലേ, ആ ഭാഗത്ത് വാതിലിൻ്റെ അടുത്തായിട്ട് ആ മുൻഭാഗത്ത് ഒരിടത്ത് ഒരു നെയ്വിളക്ക്, അത്തരത്തിൽ ഒരു ചിരാതിൽ നെയ്യൊഴിച്ച് നമ്മൾ ദീപാവലിക്കൊക്കെ വെക്കുന്ന പോലെ ഒരു ചിരാത് ദീപം കത്തിച്ച് വെക്കണം. തുളസിത്തറയുള്ളവർ തുളസി ചുവട്ടിൽ തന്നെ വെച്ചോളൂ. ഇനി തറയായിട്ടില്ല, തുളസി നിൽപ്പുണ്ട് നേരെ വീടിന് മുന്നിലെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ ഒരു നല്ല വൃത്തിയുള്ള ചുടുകട്ട എടുത്ത് വെച്ച് അതിൽ ഈ ദീപം സ്ഥാപിച്ച് എല്ലാ ദിവസവും നിലവിളക്ക് കത്തിക്കുന്നതിനോടൊപ്പം അതും അവിടെ വയ്ക്കുക. അതിൻ്റെ സങ്കല്പം എന്ന് പറയുന്നത് ഭഗവാനെ സ്വീകരിക്കാനായി ഈ വീട് ഒരുങ്ങിയിരിക്കുകയാണ്. ഭഗവാൻ വരൂ, ഭഗവതി വരൂ, ഭഗവാനെയും ഭഗവതിയും സ്വീകരിക്കാൻ ആ വീട് ഒരുങ്ങി എന്നുള്ളതാണ്. ഫ്ലാറ്റിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാൽക്കണിയിലോ മറ്റോ കത്തിച്ച് വെച്ചാൽ മതി. കത്തിച്ച് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, ഇതിൻ്റെ നാളം അല്ലെങ്കിൽ തിരിയുടെ നാളം കിഴക്കോട്ട് തിരിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. കിഴക്കോട്ട് തിരിച്ചു വെക്കുക, അല്ലെങ്കിൽ വടക്കോട്ട് വെച്ചാലും ദോഷമില്ല. വടക്ക് കിഴക്കോട്ട് വെക്കുന്നതും നല്ലത് തന്നെയാണ്. ഈ 3 ദിശയായിരിക്കണം. മറ്റൊരു ദിശയിലേക്കും തെക്കോട്ടോ പടിഞ്ഞാറോട്ടോ അല്ലെങ്കിൽ മറ്റു മൂലകളിലൊക്കെ ഒന്നും ആയി പോകാൻ പാടില്ല. ഒന്നുകിൽ വടക്കോട്ട് വയ്ക്കാം, കിഴക്കോട്ട് വയ്ക്കാം, അല്ലെങ്കിൽ വടക്ക് കിഴക്കേ മൂല ചേർത്ത് അങ്ങോട്ട് തിരിനീളുന്ന രീതിയിൽ വെക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും മറന്നു പോകരുത്, ഭഗവാനെയും ഭഗവതിയും സ്വീകരിക്കാനായിട്ട് ഒരു ചിരാത് വിളക്ക് കത്തിച്ച് വെക്കുക. ഫ്ലാറ്റിലുള്ളവരും വീട്ടിലുള്ളവരും ഒക്കെ. വീട്ടിലുള്ളവർ തുളസിത്തറയിൽ കത്തിക്കുക, അത് ഏറ്റവും ഗംഭീരം. തുളസിത്തറ ഇല്ലാത്തവർ ആ വാതിലിൻ്റെ അടുത്തോ അല്ലെ കയറുന്ന ആ സിറ്റ് ഔട്ട് ഭാഗത്ത് എവിടെയെങ്കിലും ഭദ്രമായിട്ട് തട്ടാതനങ്ങാത്ത ചവിട്ടാത്ത രീതിയിൽ വെച്ചാലും മതി എന്നുള്ളതാണ്. അതെല്ലാവരും നിർബന്ധമായിട്ട് വിളക്ക് കത്തിച്ച് തൊഴുന്ന സമയത്ത് ഈ വിഷ്ണു ഗായത്രി മന്ത്രം ചൊല്ലണം കേട്ടോ. അത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്, അത് ചൊല്ലുക. അതുപോലെ തന്നെ ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ, ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ, ഈ ഒരു മന്ത്രം ചൊല്ലുക. ഓം ശ്രീ മഹാലക്ഷ്മിയെ നമ, മഹാലക്ഷ്മി ദേവിയുടെ മന്ത്രം ചൊല്ലുക. ഈ മന്ത്രങ്ങളെല്ലാം ചൊല്ലി പ്രാർത്ഥിക്കുക. അതുപോലെ
പച്ചക്കർപ്പൂരം വീട്ടിലുള്ളവർ, നിങ്ങൾക്കറിയാമല്ലോ പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത് സാധാരണ കർപ്പൂരം അല്ല, പച്ചക്കർപ്പൂരം. പച്ചക്കർപ്പൂരം വീട്ടിലുള്ളവർ ഇച്ചിരി പൊടിച്ച്, പച്ചക്കർപ്പൂരം പൊടിച്ച് വെച്ചേക്കുക. നിലവിളക്ക് കത്തിക്കുന്ന സമയത്ത് ആ നിലവിളക്കിൻ്റെ എണ്ണയിൽ ചെറുതായിട്ടൊന്ന് തൂവി കൊടുക്കുക പച്ചക്കർപ്പൂരത്തിൻ്റെ പൊടി. അത് നല്ല സുഗന്ധമായിരിക്കും. ആ വിളക്ക് കത്തുന്ന സമയത്ത് ആ സുഗന്ധമുഖരിതമായിരിക്കും അന്തരീക്ഷം. ഏറ്റവും നല്ലതാകട്ടോ. ഭഗവാനും ഭഗവതിയും വരുമ്പം സ്വീകരിക്കാൻ ഇതിനേക്കാൾ നല്ലൊരു സുഗന്ധമുഖരിതമായ അന്തരീക്ഷം വേറെ കിട്ടാനില്ല. നമുക്ക് അങ്ങാടിക്കടയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പച്ചക്കർപ്പൂരം കിട്ടും. ഒരല്പം വാങ്ങി പച്ചക്കർപ്പൂരം തൂവി കൊടുക്കുക. അതുപോലെ തന്നെ പറ്റുന്ന എല്ലാവരും, ഞാൻ ഈ പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് പറ്റുന്ന ദിവസങ്ങളിൽ, എല്ലാ ദിവസവും ചെയ്യണമെന്ന് പറയുന്നില്ല, നാളെ 1-ാം തീയതിയാണ്, നാളെ ചെയ്തോളൂ. അതുപോലെ തന്നെ പറ്റുന്ന ദിവസങ്ങളിലെല്ലാം വൈഷ്ണവ മാസത്തിൽ ഈ തീരുന്നതിന് മുമ്പുള്ള, അല്ലെങ്കിൽ ഈ വൈശാഖ മാസത്തിൽ തീരുന്നതിന് മുമ്പുള്ള എല്ലാ ദിവസങ്ങളിലും പറ്റുന്ന എല്ലാവരും ഈ ഒരു കാര്യം കൂടെ ചെയ്യുക. ചെറിയൊരു ഗ്ലാസ്സോ ചെറിയൊരു പാത്രമോ എടുക്കുക. അതിൽ കുറച്ച് പാലെന്ന് പറഞ്ഞാൽ തിളപ്പിക്കാത്ത പച്ചപ്പാലാട്ടോ ഒഴിക്കേണ്ടത്. ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു പഴം മുഴുവനായിട്ട് അരിഞ്ഞിടുക. ഞാലിപ്പൂവനോ പൂവമ്പഴമോ അല്ലെ സാധാരണ പഴമോ വീട്ടിൽ വിളയുന്നത് ഒരു പഴം അല്ലെ വാങ്ങിയതായാലും മതി. ഒരു പഴം എടുത്തിട്ട്, ഒരു ഒറ്റ പഴം മതി, ഒരുപാടൊന്നും വേണ്ട. ആ പഴം നല്ലോണം അരിഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ആ പാലും പഴവും ആ ഒരു ചെറിയ ഗ്ലാസ്സിലോ പാത്രത്തിലോ ഇട്ടിട്ട് ആ പാലും പഴവും ഭഗവാന് സമർപ്പിക്കുക. അത് വീട്ടിൽ നിലവിളക്കിൻ്റെ മുന്നിൽ സമർപ്പിച്ചാൽ മതി. ഈ 29 ദിവസത്തിൽ നിങ്ങളെക്കൊണ്ട് എത്ര ദിവസം ചെയ്യാൻ പറ്റുമോ അത്രയും ദിവസം ചെയ്യുക. ചിലപ്പോൾ 2 ദിവസം ചെയ്യാൻ പറ്റുന്നുള്ളൂ, കുഴപ്പമില്ല. പക്ഷേ കുറഞ്ഞത് ഒരു ദിവസമെങ്കിലും നിങ്ങളത് ചെയ്യുക കേട്ടോ. നാളെ 1-ാം തീയതി ചെയ്തോളൂ. ഇല്ല വ്യാഴാഴ്ച തോറുമാണ് ചെയ്യാൻ ഇഷ്ടം, വ്യാഴാഴ്ചയാണല്ലോ വൈഷ്ണവാദി പ്രീതിക്ക് ഏറ്റവും ഉത്തമ ദിവസം, വ്യാഴാഴ്ചയാണ് ചെയ്യാൻ ഇഷ്ടം, ചെയ്തോളൂ. വെള്ളിയാഴ്ചയാണ് ചെയ്യാൻ സൗകര്യം, ചെയ്തോളൂ. ഇല്ല എനിക്ക് ഞായറാഴ്ചകളിലേ ഉള്ളൂ എനിക്ക് സമയമുള്ളത്, ബാക്കി ദിവസമൊക്കെ ജോലിയും തിരക്കുക, ഞായറാഴ്ച എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, ഞായറാഴ്ച ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളുടെ സൗകര്യാർത്ഥം ഈ 29 ദിവസത്തിൽ ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസമെങ്കിലും അതെല്ലാവരും ചെയ്യണം കേട്ടോ. നല്ല ഒരു ഗ്ലാസ് പാലെടുക്കുക, പച്ചപ്പാലെടുക്കുക. അതിലേക്ക് പശുവും പാല് കിട്ടുമെങ്കിൽ ഏറ്റവും ഗംഭീരം. അതല്ല കവർ പാലാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഒരു ഗ്ലാസ് പാലെടുക്കുക. ആ പാലിലേക്ക് ഒരു പഴം മുഴുവനായിട്ട് എടുത്തിട്ട് ആ പഴം അരിഞ്ഞിട്ട് ആ പഴക്കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് ആ പാലും പഴവും ഭഗവാന് നീതിക്കുക. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം തുളസി തീർത്ഥം തളിച്ച് വിളക്കണയ്ക്കുന്ന സമയത്ത് അത് നിങ്ങൾക്ക് എടുക്കാം, വീട്ടിലുള്ളവർക്ക് സേവിക്കാം. എല്ലാവരും ചേർന്ന് പങ്കിട്ടത് ഒരു പ്രസാദം എന്നോണം കഴിക്കുകയും ചെയ്യാവുന്നതാണ്. എല്ലാവരും ചെയ്യണം കേട്ടോ, എല്ലാവരും നിർബന്ധമായിട്ടും ചെയ്യണം. അതുപോലെ തന്നെ ഏകാദശി ഒഴിച്ചുള്ള എല്ലാ ദിവസങ്ങളിലും, ഈ വൈഷ്ണവ മാസത്തിലെ എല്ലാ ദിവസങ്ങളിലും നിങ്ങളുടെ വീട്ടിൽ തുളസിച്ചെടി നിൽപ്പുണ്ട് എന്നുണ്ടെങ്കിൽ തുളസിച്ചെടിക്ക് ജലമർപ്പിച്ച് രാവിലെ തൊഴുന്നത്, പ്രസീത തുളസീദേവി പ്രസീത ഹരിവല്ലഭേ ക്ഷീരോദമദനോദ്ഭുതേ തുളസീത്വ നമാമ്യഹം എന്ന് ചൊല്ലിക്കൊണ്ട് തുളസിയെ തൊഴുന്നതും ഏറ്റവും ഗംഭീരമായിട്ടുള്ള മാസമാണ്. ആരും വിട്ടുകളയരുത് ഈ ഒരു അവസരം എന്ന് പറയുന്നത്. അപ്പം വൈഷ്ണവ മാസം അഥവാ വൈശാഖ മാസമാണ് പിറന്നിരിക്കുന്നത്, നാളെ പിറക്കാൻ പോകുന്നത്. എല്ലാവരും ഈ അവസരം ഉപയോഗിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും, ഞാൻ അച്ചിട്ടായിട്ട് പറയുന്നു, എല്ലാ ദുരിത ദുഃഖങ്ങളും ഒഴിഞ്ഞു കിട്ടും. എന്തൊക്കെ സങ്കടങ്ങളുണ്ടെങ്കിലും ഭഗവാനോട് പറഞ്ഞു പ്രാർത്ഥിക്കുക, സർവം മംഗളമായി കിട്ടുന്നതാണ്. വൈശാഖ മാസം ക്ഷേത്ര ദർശനത്തിനും ഏറ്റവും ഉത്തമമായിട്ടുള്ള മാസമാണ്. അറിയാമല്ലോ, ഗുരുവായൂരൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്ന സമയമാണ്. ഗുരുവായൂരൊക്കെ പോകാൻ പറ്റുമെങ്കിൽ വൈശാഖ മാസം തിരക്ക് കൂടുതലായിരിക്കും. എന്നിരുന്നാലും വൈശാഖ മാസത്തിൽ ഗുരുവായൂർ ദർശനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കേമമാണ്. ഗുരുവായൂർ ക്ഷേത്രം മാത്രമല്ല, നമുക്ക് ഏതൊക്കെ കൃഷ്ണക്ഷേത്രങ്ങളിൽ പോകാൻ പറ്റും, നാരായണ ക്ഷേത്രങ്ങളിൽ പോകാൻ പറ്റും, മഹാവിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ, വൈഷ്ണവാദി ക്ഷേത്രങ്ങളിൽ പോകാൻ പറ്റും. ആ പോകുന്നതൊക്കെ ഗംഭീരമായിട്ടുള്ള മാസമാണ്. അത്തരത്തിൽ യാത്രകൾ, പുണ്യക്ഷേത്ര സന്ദർശനങ്ങൾ, നാലമ്പല ദർശനങ്ങൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്ഷേത്ര ദർശനങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഏറ്റവും ഉചിതമായിട്ടുള്ള മാസം കൂടിയാണ് വൈഷ്ണവ മാസം എന്ന് പറയുന്നത്. ഭഗവാൻ നമ്മളോടൊപ്പം ഈ ഭൂമിയിലുണ്ട്. നമ്മൾ ഓരോയിടത്ത് പോകുമ്പോഴും ഭഗവാൻ അവിടെ ഉണ്ട്, നമ്മളുടെ കൂടെ ഉണ്ട്. ഒന്നും പറ്റിയില്ലെങ്കിൽ വീട്ടിൽ നിലവിളക്ക് തെളിയിച്ച് ഞാൻ ഈ പറഞ്ഞ കണക്ക് അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. എല്ലാം തുല്യ ഫലം കിട്ടുന്ന കാര്യമാണ്. നമ്മളോടൊപ്പം ഭഗവാനുള്ള മാസമാണിത്. അപ്പം എല്ലാവരും ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഞാൻ ഈ പറഞ്ഞതിൽ വ്യക്തമാവാത്തതോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാ ദിവസവും വൈഷ്ണവമാസം പ്രമാണിച്ച് എല്ലാ മാസവും എൻ്റെ ഭാഗത്തുനിന്ന് പൂജ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാം ഗംഭീരമായിട്ട് വരട്ടെ. എൻ്റെ പൂജയും നിങ്ങളുടെ വിളക്ക് കത്തിച്ചുള്ള വീട്ടിലെ പ്രാർത്ഥനയും എല്ലാം കൂടെ ആവുമ്പം സർവ്വം മംഗളമായിട്ട് വരട്ടെ എന്നുള്ളിൽ തട്ടി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.